സ്ട്രക്ചർ ഓഫ് ഫയൽസ് ആൻഡ് ഡയറക്ടറീസ് ഇൻ യുണിക്സ്. ആദ്യം നമുക്ക് സ്ട്രക്ചർ ഓഫ് ഫയൽ എന്താണെന്നും പിന്നെ നമുക്ക് സ്ട്രക്ചർ ഓഫ് ഡയറക്ടറി എന്താണെന്നും പറയാം. ഒരു ഡിസ്കിൽ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫയൽസിനെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡയറക്ടറീസിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് സ്ട്രക്ചറിൽ പറയുന്നത്. The inode has the table of content which locate a file's data on disk. inode നേരത്തെ പറഞ്ഞു ഒരു ഇൻഡെക്സ് നോഡാണ്, അതിൽ ടേബിൾ ഓഫ് കണ്ടൻ്റ് ആണ്. അതിൽ പറയുന്നത് ഡിസ്കിൽ ഫയൽ എവിടെയാണ് സ്റ്റോർ ചെയ്തേക്കുക എന്നുള്ളതാണ്. ഹാർഡ് ഡിസ്കിൽ സൂക്ഷിച്ച് വെച്ചേക്കുന്ന ഇൻഡെക്സ് ഫയലാണ് inode. സിൻസ് ഈച്ച് ബ്ലോക്ക് ഓൺ എ ഡിസ്ക് ഈസ് ഐഡൻറ്റിഫൈഡ് ബൈ എ നമ്പർ. ഓരോ ബ്ലോക്കും ഡിസ്കിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഓരോ ബ്ലോക്കും inode വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ദ ടേബിൾ ഓഫ് കണ്ടൻസ് കൺസിസ്റ്റ് ഓഫ് സെറ്റ് ഓഫ് ഡിസ്ക് ബ്ലോക്ക് നമ്പേഴ്സ്. ആ പറയുന്ന ടേബിളിൽ inode ഒരു നമ്പർ, ഒരു ബ്ലോക്കിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ കാണും. ടേബിൾ ഓഫ് കണ്ടൻറ്റ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് സെറ്റ് ഓഫ് ഡിസ്ക് ബ്ലോക്ക് നമ്പേഴ്സാണ്. ഇഫ് ദ ഡേറ്റ ഇൻ എ ഫയൽ വെയർ സ്റ്റോർഡ് ഇൻ എ കണ്ടിന്യൂസ് സെഷൻ ഓഫ് ഡിസ്ക്. ഡേറ്റ ഇൻ എ ഫയൽ സ്റ്റോർഡ് ഇൻ എ കണ്ടിന്യൂസ് സെഷൻ ഓഫ് എ ഡിസ്ക്, then store the block address of starting location and the size in the inode would sufficient to access all the data in the file. ഇനി നമ്മുടെ ഒരു ഫയല് അതിന് കണ്ടിന്യൂസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്തേക്കുന്നതെന്നുണ്ടെങ്കിൽ, കണ്ടിന്യൂസ് ബ്ലോക്കിലാണ് സ്റ്റോർ ചെയ്തേക്കുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് അഡ്രസ്സും അതുപോലെ ഫയലിൻ്റെ സൈസും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫയലിനെ ആക്സസ് ചെയ്യാനുള്ള ഇൻഫോർമേഷൻ ഇത് മതി. ഇതെല്ലാം കൊടുത്തേക്കുന്നത് എവിടെയാണ്? സ്റ്റാർട്ടിങ് അഡ്രസ്സും ഫയലിൻ്റെ സൈസും ഒക്കെ inode ടേബിളിലുണ്ട്. The kernel would have to allocate and reserve continuous space in a file system before allowing operations that would increase the file size. ഡിസ്ക് ബ്ലോക്കിൽ ഫയൽസിനെ റെപ്രസെൻ്റ് ചെയ്തേക്കുന്നതാണ് പറയുന്നത്. ഇത് ബ്ലോക്കാണ്. ഒരു ബ്ലോക്കിൽ എങ്ങനെയാണ് നമ്മൾ ഹാർഡ് ഡിസ്കിൽ നേരത്തെ പറഞ്ഞ ട്രാക്സിൽ സെക്ടേഴ്സിൽ ബ്ലോക്സ് ആയിട്ടാണ് ഫയൽസിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അപ്പം ബ്ലോക്ക് അഡ്രസ്സാണ് ശരിക്കും inode സ്റ്റോർ ചെയ്യുക, അതിൻ്റെ സൈസും. ഇപ്പോൾ ഫയൽ A ആണെന്നുണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് 10 to 20 അഡ്രസ് സ്പേസിൽ, 20 to 30. ഫയൽ B, ഫയൽ C, ഇങ്ങനെ ഫയൽ ഇതുപോലെ ഫയൽ A കഴിഞ്ഞു, ദെൻ ഫയൽ C, ഫയൽ B, ഇങ്ങനെയും വരാം. ഫയലിൻ്റെ സൈസ് വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഫയലിൻ്റെ കാര്യങ്ങളിൽ മാറ്റം വരാം. ഇനി ഈ B എന്ന് പറയുന്ന ഫയൽ സ്റ്റോർ ചെയ്തു, ഇനി അപ്ഡേറ്റ് എന്തെങ്കിലും ചെയ്യപ്പം കണ്ടൻറ്റ് കൂടും. ഈ സമയത്ത് നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന സ്പേസിൽ നമുക്കിതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല, കാര്യം 10 പോരാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ മാറ്റി കൊടുക്കേണ്ടി വരും. മാറ്റി കൊടുക്കുന്നത് ലാസ്റ്റായിരിക്കും. ഈ സ്പേസ് ഫ്രീ ആക്കി, ഉള്ള സ്പേസിനെ ഫ്രീ ആക്കിയിട്ട് ലാസ്റ്റായിട്ടായിരിക്കും ഫയൽ Bയെ സ്റ്റോർ ചെയ്യുക. അപ്പോൾ സ്പേസ് കൂട്ടിയായിരിക്കും എടുക്കുക. ഒരു ബൈറ്റ് കൂടിയാലും ആ സ്പേസിൽ നിന്ന് വേറൊരു ഫ്രീ സ്പേസിലോട്ട് മാറ്റി കിടന്ന സ്പേസ് നമുക്ക് ഫ്രീ ആക്കേണ്ടി വരും. ഇങ്ങനെ ഫ്രീ ആവുന്ന സ്പേസിനെ നമുക്ക് പിന്നെ കളക്ട് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ്, ഡയറക്ടറീസ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുക? ഡയറക്ടറി എപ്പോഴും നമ്മുടെ ഹൈറാർക്കിയിൽ റൂട്ട് നോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് റൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്ടറി, നോൺ ലീഫ് നോഡാണ്. അതിനകത്ത് ഫയൽസ് എന്ന് പറയുന്നത് എപ്പോഴും ലീഫ് നോഡായിരിക്കും. അപ്പോൾ ഡയറക്ടറിക്ക് അകത്താണ് ശരിക്കും എന്ത് സ്റ്റോർ ചെയ്യുക? ഫയൽസ് സ്റ്റോർ ചെയ്യുക. എങ്ങനെയാണ് ഡയറക്ടറിയുടെ സ്ട്രക്ചർ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഡയറക്ടറീസ് ആർ ദ ഫയൽസ് ദാറ്റ് ഗീവ് എ ഫയൽ സിസ്റ്റം ഇറ്റ്സ് ഹൈറാർക്കിക് സ്ട്രക്ചർ. നേരത്തെ പറഞ്ഞതുപോലെ ഹൈറാർക്കിക് സ്ട്രക്ചറിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുക. ദേ പ്ലേ എ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ കൺവേർഷൻ ഓഫ് ഫയൽ നെയിം ടു inode നമ്പർ. ശരിക്കും ഡയറക്ടറി എന്ന് പറയുന്നതാണ് ലോജിക്കൽ സ്ട്രക്ചറാണ്. ഈ പറയുന്ന ലോജിക്കൽ സ്ട്രക്ചറാണ്. ഫിസിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഹാർഡ് ഡിസ്കിലെ ബ്ലോക്കാണ് ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്ന പാത്ത് നെയിമാണ്. ഇവിടെ നിന്ന് ഇവിടം വരെ വരുന്ന പാത്ത് നെയിമാണ്. /var എന്ന് പറയുന്ന ഡയറക്ടറിക്കകത്ത് HTML എന്ന് പറയുന്ന ഫയൽ എന്ന് നമുക്ക് പാത്ത് നെയിം കൊടുക്കാൻ പറ്റും. ഈ പാത്തിനെ കൺവേർട്ട് ചെയ്ത് ബ്ലോക്ക് അഡ്രസ്സിലോട്ട് ആക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് ടാസ്ക്കാണ്. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഡയറക്ടറീസാണ്. ഡയറക്ടറി ഈസ് എ ഫയൽ whose data is a sequence of entries.
Each entry consists of an inode number and the name of the file contained in the directory. ഒരു ഡയറക്ടറിയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന കണ്ടൻറ് എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് ഡയറക്ടറിയുടെ ബൈറ്റ് ഓഫ്സെറ്റ് ഇൻ ഡയറക്ടറി, ഐനോഡ് നമ്പർ, ഐനോഡ് എന്ന് പറയുന്നത് ഫയലിൻ്റെ അഡ്രസ്സാണ് ഐനോഡ് എന്ന് പറയുന്നത്, ദെൻ ഫയൽ നെയിം, ഏത് ഫയൽ നെയിമാണ് എന്നുള്ള 3 കാര്യങ്ങളാണ് ഡയറക്ടറിയിൽ മെൻഷൻ ചെയ്തേക്കുക. ഇപ്പോൾ ഈ പറയുന്ന ഒരു ഡയറക്ടറിക്കകത്തുള്ള കണ്ടൻ്റാണ് ഈ പറയുന്നത്. പാത്ത് ഈസ് എ ഫുൾ terminated character string divided into separated components by the /character. പാത്ത് നമ്മളെപ്പോഴും എഴുതുന്നത് എങ്ങനെയാണ്? റൂട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. സ്ലാഷ് var എന്ന് പറയുന്ന ഡയറക്ടറി, അതിനകത്ത് ഇൻഡെക്സ് ഡോട്ട് HTML, അതുപോലെ നമുക്ക് ഈ var എന്ന് പറയുന്ന ഡയറക്ടറിക്കകത്തുള്ള കണ്ടൻ്റാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്, സ്ട്രക്ചറിനകത്തുള്ള കാര്യം. അപ്പോൾ ഡയറക്ടറിക്കകത്ത് ഇതൊരു ഫയലാണ് ക്രാഷ്, ഗിറ്റ്, കോൺഫി, അങ്ങനെ ഇതെല്ലാം ഓരോ ഫയൽസാണ്. ഫയലിനെയെല്ലാം നമ്മൾ റൂട്ടിനകത്ത് var എന്ന് പറയുന്ന ഡയറക്ടറിക്കകത്ത് ഇൻറ്റെന്ന് പറയും, റൂട്ടിനകത്ത് var എന്ന് പറയുന്ന ഡയറക്ടറിക്ക് SCK എന്ന് പറയും. അങ്ങനെ വാറിനകത്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ. ഇനി പറയുന്നത് റൂട്ട് സ്ലാഷാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. നെക്സ്റ്റ്, ഈച്ച് കമ്പോണൻറ്റ് എക്സ്പെക്ട് ദ ലാസ്റ്റ് മസ്റ്റ് ബി ദ നെയിം ഓഫ് ദ ഡയറക്ടറി, ബട്ട് ദ ലാസ്റ്റ് കമ്പോണൻറ്റ് മേ ബി നോൺ ഡയറക്ടറി ഫയൽ. എപ്പോഴും ലാസ്റ്റ് എന്ന് പറയുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലീഫ് നോഡായിരിക്കും. ലീഫ് നോഡ് എന്ന് പറയുന്നത് ഒരു ഫയലായിരിക്കും. യുണിക്സ് V system restrict component name to a maximum characters of 14. നെയിം കൊടുക്കുന്നതിനും ഒരു കൺസ്ട്രെയിൻ ഉണ്ട്, 14 ക്യാരക്ടർ കൂടുതൽ ആവാൻ പാടില്ല. ഇൻ ദാറ്റ് 2 byte എൻട്രി ഓഫ് ദ ഐനോഡ് നമ്പർ, അത് ആവാൻ പാടില്ല എന്ന് പറയാൻ കാര്യം അതിന് നമ്മൾ 2 byte എൻട്രി ആയിട്ടാണ് ഐനോഡ് ടേബിളിൽ ഐനോഡ് നമ്പറായിട്ട് സ്റ്റോർ ചെയ്യുക. ആൻഡ് ദ സൈസ് ഓഫ് എ ഡയറക്ടറി എൻട്രി ഈസ് 16 byte. ഒരു ഡയറക്ടറി എൻട്രിയുടെ സൈസ് എന്ന് പറയുന്നത് 16 byte.